ഇനി നമ്മൾക്ക് അടുത്തൊരു ഫാമിലിയെ പരിചയപ്പെടാം. എന്താണ് പേര്? വർഗീസ് ചാമത്തിൽ. ഓമന ചാമത്തിൽ. ഇവിടെ എവിടെ താമസിക്കുന്നു? ഇവിടെ ഇർവിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ബിസിനസ്സാണ്. നാട്ടിലൊക്കെ പോകാറുണ്ടോ? മിക്കവാറും പോകാറുണ്ട്. നാട്ടിലെവിടാണ് സ്ഥലം? നാട്ടില് എൻ്റെ സ്വന്തം സ്ഥലം കല്ലൂപ്പാറ പഞ്ചായത്തിൽ ചെങ്ങരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്, അവിടാണ്. പക്ഷേ ഞങ്ങൾ തിരുവല്ല ജംഗ്ഷനോടടുത്താണ് ഇപ്പം താമസിക്കുന്നത്. നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പം എത്ര നാളായി? 26 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും പോകാറൊക്കെ ഉണ്ടല്ലേ? മിനിമം ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പോകാറുണ്ട്. മൂവിക്കൊക്കെ പോകാറുണ്ടോ? മിക്കവാറും ഇവിടെ വരുന്ന എല്ലാ മൂവിയും സമയം കിട്ടുമ്പോൾ ഞങ്ങൾ പോയി കാണാറുണ്ട്. ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ഫ്രീ ടൈം കുറവായിരിക്കും. എന്നാലും എന്ത് ചെയ്യും? ലീഷർ ടൈമിലൊക്കെ എന്ത് ചെയ്യും? മൂവി കാണും. പാട്ട് കേൾക്കുന്ന എൻ്റെ വലിയൊരു ഇഷ്ടമാണ്. മിക്കവാറും സമയത്ത് ഇവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പാട്ട് വെച്ചിട്ട് കിടക്കുന്ന ഇഷ്ടമാണ്. ജയ്ഹിന്ദ് ടിവിയുടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം. നാട്ടിലുള്ള ഞങ്ങളുടെ എൻ്റെ മാതാവിന്, സഹോദരങ്ങൾക്ക്, എൻ്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രണയം എന്ന മൂവിയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. പ്രണയം എന്ന സിനിമയിലെ ഒരു നല്ല ഗാനം നമ്മൾക്ക് ഇവർക്ക് വേണ്ടി കാണാം. മഴത്തുള്ളിപ്പളുങ്കുകൾ കിലുകിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരു, പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ. മണിക്കൊക്കും മുരുങ്ങി നല്ലിളം ചൂടു പകരാനൻ ഇണക്കിളി തിരയുന്നതാര്, അരികിലെന്നഴകേ നീ അണയൂ. ഒരു കാറ്റിൻ മൃദു സ്പർശമോ നീയോ ആലോലം മഴത്തുള്ളി പളുങ്കുകൾ കിലുകിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരോ, പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ.
പ്രിയ സഖി വരൂ. ഇനി ഇന്നി മലർ മഞ്ചവും നീതൻ പൂങ്കാവ് മഴത്തുള്ളി പളുങ്കുകൾ കീലുകീലെ കിളുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരു പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ. മണിക്കൊക്കും ഉരുമ്മി നല്ലിളം ചൂടു പകരാനും നീണക്കിളി തിരയുന്നതാര് അരികിലെന്നഴകേ നീ അണയൂ. ആഹാ 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 ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച പുതിയൊരു പ്രോഗ്രാമായി കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.